മൈ ഗാഡ്, സ്റ്റിൽ ട്രൈ ചെയ്യണം. ഗൈസ്, ഭാഗ്യം എന്ന് പറയാലോ, അല്ലെങ്കിൽ എല്ലാ സുഖം കാലത്ത് കറണ്ട് ഉണ്ടാവാറുണ്ട്. ഇന്നലെ കറണ്ട് പോയി. ഞാൻ എങ്ങനെ കുക്ക് ചെയ്യും? അല്ലെങ്കിൽ കണ്ണുറക്കാൻ പറ്റണോ? അങ്ങനെ വെട്ടാം, വെട്ട് കണ്ടാവും. സോ ഞാൻ എഴുന്നേറ്റപ്പം തന്നെ കുറച്ചധികം വെള്ളം കുടിക്കും. എനിക്ക് ഇഷ്ടമാണ്. കുടിച്ചില്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല. സോ വാട്ടർ ബോട്ടിൽ, അല്ലെങ്കിൽ ഇവിടെ എപ്പോഴും ഒടുക്കത്തെ ചൂടായിരിക്കുള്ളൂ. ഇന്നാണ് ഇച്ചിരി മഴയും കാറ്റും തണുപ്പും കറണ്ടും ഇല്ലാത്തത്. കറണ്ട് വേണം കേട്ടോ. പക്ഷേ ഐ എം ഗിവിങ് ഇമ്പോർട്ടൻസ് ടു യു ഗൈസ്. ഫോളോ മീ, അല്ല സബ്സ്ക്രൈബ് മൈ ചാനൽ. ഇടിവിട്ടുണ്ടോ? ഞാൻ ഒന്ന് ജസ്റ്റ് പറഞ്ഞുതരാം എന്തൊക്കെയാണ് നമ്മൾ ഇന്നത്തെ കാലത്ത് ചെയ്യാൻ പോകുന്നത്. 4:30 ശരിക്കും എഴുന്നേക്കണ്ടിരുന്നേ, പക്ഷേ വൈകിപ്പോയി. എഴുന്നേറ്റിട്ട് പോയി കുക്ക് ചെയ്യും. കാരണം നമ്മൾ ചെറുതായിട്ടൊരു ഡയറ്റ് ഫോളോ ചെയ്യുന്നുണ്ട് വണ്ണം കുറയ്ക്കാനായിട്ട്. സോ അതിന് കുക്ക് ചെയ്യണം. കാരണം നമുക്ക് അല്ലെങ്കിൽ പോയിട്ട് ഓഫീസിൽ നിന്നുള്ള ചോറ് കഴിക്കേണ്ടി വരും. അതാണെങ്കിൽ എനിക്ക് ഇപ്പോഴും വയറുവേദനയൊക്കെ എടുക്കും. അപ്പോൾ നമ്മൾ തന്നെ കുക്ക് ചെയ്ത് കൊണ്ടുപോകണം. എടാ ഇടിവെട്ടടാ. ഓ, സൗണ്ട് ഇല്ലാത്ത കാരണം വലിയ കുഴപ്പമില്ല. ഇടിവെട്ടുന്നു എന്തിട്ടാണ് കുക്ക് ചെയ്യണം. കുക്ക് ചെയ്ത് സെറ്റായി കഴിഞ്ഞിട്ട് നമ്മൾ പോയി കുറച്ച് നേരം വർക്കൗട്ട് ചെയ്യും. വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ നമ്മുടെ ഫുഡൊക്കെ എടുത്ത് പാക്ക് ചെയ്യും. പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പോയി കുളിച്ച് റെഡിയായി കുട്ടപ്പിയായി വന്നിട്ട് 8 മണി 8:10 ആവുമ്പോൾ നമ്മൾ ഓഫീസിലേക്ക് പോകും. മനസ്സിലായോ? അത്രയും നേരമുള്ളൂ. ഈ 4 മണി 8 മണി വെച്ചാൽ 4 മണിയല്ല 5 മണി ഏറെക്കുറെ. ഈ 4:30 എഴുന്നേക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോൾ 5 മണിയാവും. അപ്പം ഈ 3 മണിക്കൂറിനുള്ളിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. 3 മണിക്കൂറല്ലേ, 6, 7, 8 ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. സോ വി ഡോണ്ട് ഹാവ് ടൈം ടു വേസ്റ്റ്. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ എഴുന്നേറ്റ് പറഞ്ഞിട്ട് അടുക്കളയിലേക്ക് പോകണം. പക്ഷെ ഇപ്പോൾ കറണ്ടില്ല, എന്ത് ചെയ്യും? സാരില്ല, നമുക്ക് വെജിറ്റബിൾസ് അരിഞ്ഞ് നോക്കാം. അധികം വെജിറ്റബിൾസ് ഇല്ല. ഞാൻ ഇന്നൊരു ഉഡായിപ്പിനുള്ള പരിപാടിയോട് ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. വർക്കായി ഇല്ലേ പോയി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഉടായി ഒപ്പിക്കും. ചിലതൊക്കെ വർക്കാവും, ചിലതൊക്കെ വർക്കാവില്ല. സോ നമുക്ക് നോക്കാം ഇന്നത്തെ വർക്കാവോ എന്നുള്ളത്. സോ നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് മുഖമൊക്കെ കഴുകി പല്ലൊക്കെ തേച്ച് കണ്ട നമുക്കിനി അടുക്കളയിലേക്ക് പോകാം ഗൈസ്. മഴ ഉറങ്ങാൻ തോന്നുന്നു. ഇതുകൊണ്ടാണ് പറയണത്, സൂക്ഷിച്ചും കൊണ്ടൊക്കെ തിന്നുക, വണ്ണം വെക്കാതിരിക്കുക. അപ്പോൾ ഇങ്ങനെ ഡയറ്റ് ചെയ്യേണ്ടി വരില്ല. ഡയറ്റ് ചെയ്യേണ്ടി വന്നില്ലെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഉറങ്ങാലോ. ചേച്ചി ഉറങ്ങി, അപ്പം നമുക്ക് അധികം ഒച്ചയിൽ സംസാരിക്കാൻ പറ്റില്ല. നമ്മളെന്ത് ചെയ്യണം? ഈ വാതിൽ ഇങ്ങനെ അടച്ചിടണം. അപ്പം നമ്മൾ ചേച്ചിനെ ഡിസ്റ്റർബ് ചെയ്യൂല. ഗൈസ്, കറണ്ട് വന്നു. നമുക്ക് ചെയ്യാനുള്ള പണി വേഗം ചെയ്ത് വെക്കാം. അതായത് ചെയ്യാനുള്ള പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഞാൻ ഇന്ന് അപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് രണ്ടും പോയി. ഞാൻ പറയാം, ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ദോശയാണ്. ഞാൻ പയറും ഇതും വെച്ചിട്ടുള്ള ദോശയുടെ റെസിപ്പി നിങ്ങൾക്ക് പറഞ്ഞു തന്നായിരുന്നു. ഇത് പരിപ്പാണ്. വർക്കാവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ നമ്മൾ സ്റ്റിൽ ട്രൈ ചെയ്യണം. കറണ്ടിൻ്റെ ഇടി കേട്ടോ. ഓക്കെ, സോ നമ്മളെ പരിപ്പിച്ചിരി കൂടിപ്പോയോ
ഒരു സംശയം. പരിപ്പ് വെള്ളത്തിലിട്ട് മെനാട്ടമാണ്. ഞാനില്ലേ പൊതുവെ കുറച്ച് എക്സ്പ്രസീവാണ്. അതായത് ഞാൻ പറയണ കാര്യങ്ങൾക്ക് ഇച്ചിരി എക്സ്പ്രഷൻ കൂടുതലായിരിക്കും. അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങളുടെ എക്സ്പ്രഷൻ കൊണ്ട് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ അതൊരു തെറ്റാണോ എനിക്കറിയില്ല. ഇവിടെയുള്ള ആൾക്കാരൊക്കെ ഭയങ്കര അത്ഭുതമായിട്ട് കാണണം. എനിക്ക് എന്താ ഭയങ്കര ഓക്വേർഡായിട്ട് ഫീൽ ചെയ്യും. പയറ് വെള്ളത്തിലിടൂലേ? ഇടൂർന്നല്ല പിന്നെന്ത് എത്ര വേണം? ഈ വൃത്തികെട്ടണം. അയ്യേ അപ്പീൻ്റെ പോലത്തെ വേണം. നമ്മൾക്ക് ഇവിടുത്തെ കിച്ചണില് അടുക്കളയില്ല. നമുക്ക് ഇവിടുത്തെ കിച്ചണില് ഫ്രിഡ്ജില്ല. അയ്യോ നമുക്ക് അധികം സാധനങ്ങൾ ഒരുമിച്ച് വാങ്ങിച്ചു വെക്കാൻ പറ്റില്ല, ചീത്തയിൽ പോകും. ഇപ്പൊ തന്നെ ഇത് കഴിഞ്ഞ ആഴ്ച വാങ്ങിച്ചതാ. ഇത് ഈ ആഴ്ച എപ്പോഴും ചീത്തയായി. ഐ മീൻ കഴിഞ്ഞ സൺഡേ വാങ്ങിച്ചു. ഇന്നിപ്പോ തേഴ്സ്ഡേ. അതാണ് അവസ്ഥ. നോക്കൂ, ഇതിനകത്ത് പുഴു. ഗൈസ്, ഇതിൽ നിന്ന് നമ്മൾ എന്ത് മനസ്സിലാക്കണം? എന്ത് മാങ്ങാൻ്റെ എടുത്തു കഴിഞ്ഞാലും കഴുകിയിട്ടെടുക്കുക. അതായത് ഭയങ്കര മൈന്യൂട്ടായിട്ടുള്ള സാധനങ്ങൾ അതിനകത്ത് ഒന്നോ രണ്ടെണ്ണോ വലുതുണ്ടായതുകൊണ്ട് മാത്രമാണ് ഞാൻ കണ്ടത്. അല്ലെങ്കിൽ ഞാൻ തിന്നാനേ. നമുക്കതൊക്കെ കുത്തി സെറ്റ് ചെയ്ത് വെക്കണം. കാരണം ഞങ്ങൾ കണ്ടത് അപ്പടിക്കണം. എന്താ സംഭവിച്ചേ? എന്തോ പറ്റി ആവോ. ഗൈസ്, നമ്മൾ സവാള അരിയാണ് ഗൈസ്. എനിക്ക് മറ്റേ നമ്മുടെ കളിക്കാം. എനിക്ക് മറ്റേ കല്യാണരാമനിൽ സലുഗുമറ ഇങ്ങനെ സവാള അങ്ങനെ പഠിക്കണം. പക്ഷെ അങ്ങനെ അരിഞ്ഞിട്ട് എൻ്റെ കൈയൊക്കെ മുറിഞ്ഞു. അതാണ് ഞാൻ ഇങ്ങനെ ചെയ്യുള്ളൂ കേട്ടോ. എനിക്ക് എനിക്ക് അറിയാണ്ട് വലിയ നോക്കൂല. അങ്ങനെ ഇച്ചിരി ഫാസ്റ്റാണ്. എന്താ ഇന്ന് എന്താ വേമേ ഫുള്ള് ചീഞ്ഞതാണല്ലോ എനിക്ക് കിട്ടുന്നേ. നമ്മൾക്ക് നല്ല കിടുക്കന് കറി ഉണ്ടാക്കണ്ടേ. കറിയല്ല, ഒരു ചമ്മന്തി സെറ്റപ്പാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം അതിന് വലിയ ചൊവ്വയൊന്നും ഉണ്ടാവില്ലേ. അപ്പോൾ നമുക്ക് കറി നല്ല സാധനം ഉണ്ടാക്കിയാലും നമുക്ക് തിന്നാൻ പറ്റുള്ളൂ. ഞാൻ ഈ ഫ്രെയിമിലെ മുഖം വരാൻ വേണ്ടി കുനിഞ്ഞാൽ നിൽക്കണേ. സത്യം പറഞ്ഞാൽ കിടക്കുക. എന്തൊക്കെ കഷ്ടപ്പാടാണ് നോക്കണേ. തക്കാളി കഴുകാൻ മറക്കരുത്. ഓക്കെ, നമ്മൾ ചട്ടി വെച്ചു. ചട്ടി ചൂടാക്കി കഴിയുമ്പോൾ ചൂടായെന്ന് തോന്നുന്നത് ഇച്ചിരി എണ്ണ ഒഴിക്കുക. അധികം എണ്ണൊന്നും വേണ്ട, ഇച്ചിരി മതി. നമുക്കൊരു തോന്നലുണ്ടാവുമല്ലേ ചട്ടി ചൂടായി എന്നുള്ളത്. ആ ഒരു ഇത് വെച്ചിട്ട് നമ്മുടെ ഒരു ഇൻഡ്യൂഷൻ വെച്ചിട്ട് മുളകിടാം. കണ്ട എൻ്റെ ഇൻഡ്യൂഷൻ കറക്റ്റ് ആക്കണം. നമ്മളിങ്ങനെ തലോടി കൊടുക്കാം. ആട്ടി അയ്യോ. ഓക്കെ, അങ്ങനെ സവാള ഇട്ട് കൊടുക്കണം. ഇതിങ്ങനെ ആട്ടി ഇതൊന്ന് ഇച്ചിരി വാടിക്കഴിയുമ്പില്ലേ തക്കാളി ഇടണം കേട്ടോ. ഇത് ഇച്ചിരിയും കൂടി വാടണം. ഗൈസ്, നേരം വെളുത്തു. കണ്ട മഴക്കാരില്ല എന്ന് തോന്നുന്നു അല്ലേ? കുഴപ്പമില്ല, ചെറിയ ഇടിവെട്ടൊക്കെ ഉണ്ട്. ഓക്കെ, ഇപ്പം നമ്മുടെ ഇത് അത്യാവശ്യമായിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് തക്കാളി ഇട്ട് കൊടുക്കും. തക്കാളി ഇത്രേ ഉള്ളൂ. എന്നിട്ട് ഇതും ഇങ്ങനെ കാണിക്കാം. ഇതിനകത്തേക്ക് ഗൈസ് കറണ്ട് പിന്നെയും പോയി. ഇതിനകത്തേക്ക് നമ്മൾ ഇച്ചിരി മുളക് പൊടി ഇട്ട് കൊടുക്കും. പിന്നെ ഉപ്പാണ്. മുളക് പൊടി ഇട്ട് നമുക്ക് ഇളക്കാം. അയ്യോ പോകയാണ്. കറീൻ്റെ പരിപാടി അത്യാവശ്യമായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ അപ്പത്തിൻ്റെ ഉണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് എന്താണ്ട് ഓടിപ്പോയി പല്ലി. നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ഗോതമ്പ് പൊടി ചേർക്കാം.
ചേർത്തിട്ട് മിക്സ് ചെയ്യുക. അന്നേരമാണ് നമുക്ക് എന്തോരം വെള്ളം ഇനി ആഡ് ചെയ്യണമെന്ന് അറിയാൻ പറ്റുള്ളൂ. വേപ്പിലിരിക്കാൻ ഇങ്ങനെയാണ്, കണ്ടോ. ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം നമുക്ക്. നമ്മുടെ ദോശ ചുടുന്ന സ്പൂൺ കാണാനില്ല. സോ നമ്മൾ തൽക്കാലം ഈ സ്പൂൺ വെച്ചിട്ടാണ് ചുടാൻ പോണത്. ഇപ്പോൾ ഈ സമയം കുറെ പോയി. അയ്യോ, വർക്കൗട്ട് സമയമില്ല. അയ്യേ, കറണ്ട് വന്നു, ഇടിവെട്ടം വന്നു. ദോശക്ക് ഷേപ്പ് ആണെന്ന് നിർബന്ധമൊന്നുമില്ല എനിക്ക്. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടാക്കിക്കോളാം. നമ്മൾ ഒരു അരമണിക്കൂർ വർക്കൗട്ട് ചെയ്യും. എക്കോ ഒരു മിനിറ്റ്. ഇവിടെയാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യണേ. വർക്കൗട്ട് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളെ വിളിക്കാം. ഗൈസ്, നമ്മുടെ വർക്കൗട്ട് കഴിഞ്ഞു. ഇന്ന് വലിയ കാര്യമായിട്ട് വർക്കൗട്ട് ചെയ്തില്ല. എനിക്കൊരു സുഖമില്ല, വയറൊക്കെ ഛർദ്ദിക്കാനൊക്കെ വരും. പെട്ടെന്ന് മഴയായതുകൊണ്ടായിരിക്കും. നമ്മളിപ്പോൾ കഴിക്കാനുള്ള അപ്പം ഫ്രഷായിട്ട് ചുട്ടെടുക്കണം. ഞാൻ കഴിച്ചു നോക്കി, വലിയ സീനൊന്നും ഇല്ലാന്ന് തോന്നുന്നു. ഇച്ചിരി കഴിച്ചോക്കുള്ളൂ. ഇത് കഴിക്കുമ്പോൾ നമുക്കറിയാലോ. അയ്യോ. അപ്പോൾ ഗൈസ്, നമുക്ക് നമ്മുടെ പരീക്ഷണം കഴിച്ചു നോക്കാം. അയ്യോ, എൻ്റെ കണ്ണിലെന്ത് വരും. മണമൊക്കെ കേട്ടിട്ട് നല്ലതാണ്, എന്നാലും കഴിച്ചു നോക്കാം. നല്ലതാണ്, ശരിക്കും നല്ലതാ. ടേസ്റ്റി ആൻഡ് ഹെൽത്തി. ഞാനൊരു സംഭവം തന്നെ. എൻ്റെ ദൈവമേ, നമുക്ക് കൊള്ളാട്ടോ. എൻ്റെ കുളി കഴിഞ്ഞു. ഇനിയും റെഡി ആയിട്ട് ഓഫീസിൽ പോകും. സോ ഇനി റെഡിയായി കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി എടുക്കാം. ഓക്കെ, ഇതിൻ്റെ ഇടയിലുള്ള കുറേ പോർഷൻസൊന്നും ഞാൻ എടുത്തിട്ടില്ല, കാരണം ഫോണിൽ ചാർജ് ഉണ്ടായില്ല. അതിൻ്റെ ഇപ്പോഴാണ് കറണ്ട് വന്നത്. നേരത്തെ വന്നിട്ട് പിന്നെയും പോയി, ഇപ്പോൾ വന്നുള്ളൂ. അപ്പം ഞാൻ ഫോൺ കുത്തിയിട്ടേക്കാം. ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് പോലും ഞാൻ കുത്തിയിട്ടിട്ടാണ്. സോ റെഡിയായി കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ എടുക്കാം. സോ ഞാൻ റെഡിയായി. ഓഫീസിൽ പോകുമ്പോൾ ഫോൺ കൊണ്ടുപോകാൻ പാടില്ല. സോ